ബൈബിളും വേദങ്ങളും തമ്മിലുള്ളൊരു ശൈലി വ്യത്യാസമുണ്ട്. വേദങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡാണ്, അല്ലെങ്കിൽ വെട്ടിത്തുറന്ന് പറയുന്നതാണ് വേദങ്ങൾ. ബൈബിള് മറയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഈ വേദങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കാനായിട്ട് വേറൊരു രീതിയിലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണക്കാർ വായിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതും സത്യമാണ്. ബയോളജിയിൽ നമ്മൾ 8ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കും. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ബയോളജിയിൽ പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ: സ്ത്രീയിലിരിക്കുന്ന അണ്ടവും പുരുഷനിലിരിക്കുന്ന ബീജവും തമ്മിൽ സംയോജനം നടന്നിട്ടാണ് ഒരു പുതിയ കോശം അല്ലെങ്കിൽ പുതിയൊരു ജീവൻ ഉണ്ടാകുന്നത്. ഇതാണ് സയൻസ്. അപ്പോൾ ഒരു പുരുഷനിലിരിക്കുന്ന ബീജവും ഒരു സ്ത്രീയിലിരിക്കുന്ന അണ്ടവും തമ്മിൽ സംയോജിക്കുമ്പോൾ പുതിയൊരു ജീവൻ വരുന്നു. ഇത് സയൻസിനെ നമ്മൾ എന്തുകൊണ്ട് റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് കൊണ്ടുപോകുന്നു? ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ആവശ്യമുണ്ടോ? ഏതെങ്കിലും ജീവജാലങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടോ? മൃഗങ്ങളോ പക്ഷികളോ കല്യാണം കഴിക്കുന്നുണ്ടോ? പക്ഷേ ഈ സയൻസ് അവിടെ ആപ്ലിക്കബിൾ ആകുന്നില്ലേ? പക്ഷെ എന്തുകൊണ്ട് മനുഷ്യൻ കല്യാണം കഴിക്കുന്നു? ഇവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഈ സയൻസ് ഇതിൻ്റെ റിസൾട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ അത് ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഇൻറ്റിമസിയിൽ നിന്ന് വേണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ ഉണ്ടാകുന്ന ഈ ജീവൻ്റെ ക്വാളിറ്റി കുറച്ച് നല്ലതായിരിക്കാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇൻറ്റിമസിയിൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ വേരൂന്നിയ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇതുണ്ടായാൽ മതിയെന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ ഈ ഉണ്ടായി വരുന്നത് ചിലപ്പോൾ ഡിസ്ട്രക്ഷന് കാരണമാകും, അല്ലേ? കെടുതികളുണ്ടാക്കും. നല്ല സ്വഭാവമില്ലാത്തൊരു വ്യക്തി ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ, നന്മയായിട്ടിരിക്കാനാണ് നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ അവിടെ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഇല്ല, അല്ലേ? ഇതേ കാര്യമാണ് സ്പിരിച്വാലിറ്റിക്കകത്ത് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. യൂണിവേഴ്സൽ ഫാക്ടറും നമ്മളും തമ്മിലുള്ള കണക്ഷന് ഈ ഒരു സയൻസ് മതി. വേദങ്ങൾ പറയുന്ന സയൻസാണ്. ഈ വേദങ്ങൾ പറയുന്നത് പോലെ ഈ കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിനകത്ത് എന്ത് വേണ്ട? സ്നേഹമോ ഇൻറ്റിമസിയോ മറ്റുള്ള വൈകാരിക ഭാവങ്ങളോ ഒന്നും വേണ്ട. വർക്കൗട്ടാവും. ശ്രീബുദ്ധന് കിട്ടിയത് അങ്ങനെയാണ്, ബോധോദയുണ്ടായി. പക്ഷെ ബൈബിൾ അതിനെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആക്കിയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ആ ഒരു ഇൻറ്റിമസി, ആ ഒരു റിലേഷൻഷിപ്പ്, അതെല്ലാം ഇതിനകത്ത് വെച്ചിട്ട് ഇതിനെ അവതരിപ്പിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസിയാണ് കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും. ആ ഒരു ആസ്വാദനം കുറച്ചുകൂടി ഇതിനകത്ത് ശക്തമാണ്. അതാണ് ബിബ്ലിക്കൽ അപ്രോച്ചിനകത്ത് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.